അന്യസംസ്ഥാന തൊഴിലാളികൾ മൂലം നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാലമായി കഴിഞ്ഞുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. അക്രമ സംഭവങ്ങളെ ഏതു വിധേനയും പ്രതിരോധിച്ചേ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലഹരിയുടെ വ്യാപനവും അമിത ഉപയോഗവും പ്രധാന വില്ലനായി മാറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാട്ടിൽ കോവിഡ് വന്ന കാലത്ത് അന്യദേശത്തു നിന്ന് വന്ന തൊഴിലാളിക്കൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ അവരെ നമ്മളുടെ അതിഥി തൊഴിലാളികളായിട്ട് വെച്ചത്. അതിഥി തന്നെ കോടാലി എടുക്കാൻ തുടങ്ങിയാൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ആതിഥേയൻ എന്ത് ചെയ്യും? അപ്പം നമുക്കിത് വളരെ കൃത്യതയോടുകൂടി നമ്മുടെ നാടിൻ്റെ പൊതു പരിസ്ഥിതിയെ അപകടപ്പെടുത്താത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. കേരളത്തെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ കാഴ്ചപ്പാടുന്ന സമാധാനപരമായ സ്ഥലമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ സ്വന്തം നാടിനോട് കൈക്കോടാലി വെച്ച ആളുകളെ കൈകാര്യം ചെയ്യുന്ന പ്രാകൃതമായ നികൃഷ്ടമായ ഒരു സമ്പ്രദായം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതിൻ്റെയൊക്കെ ബേസ് എവിടെയാണ്? ഇതിൻ്റെ ബേസ് സ്വബുദ്ധിയുള്ള ഒരാളിന് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. വളരെ ലഹരി കൊണ്ട് നമ്മുടെ നാടിങ്ങനെ തലയാടുന്നത് പോലെ ആടിക്കൊണ്ടേയിരിക്കുകയാണ്. ജനിച്ച നാട്ടിൽ ജീവഭയമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്നും കോവിഡ് കാലഘട്ടത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി കണ്ട് സംരക്ഷിച്ചവരാണ് നമ്മൾ എന്നും അത്തരക്കാർ ഇന്ന് നമുക്ക് നേരെ കൈക്കോടാലി പ്രയോഗിക്കുന്ന സാഹചര്യം പ്രതിരോധിക്കേണ്ടതാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. കോട്ടയത്ത് നടന്ന ഇരട്ട കൊലപാതകവും തിരുവഞ്ചൂരിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകവും സൂചിപ്പിച്ചുകൊണ്ടാണ് അന്യസംസ്ഥാനത്തു നിന്നെത്തുന്ന ക്രിമിനലുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. രൂപത്തിൽ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചത് പരമ്പരാഗതമായി അവന് കിട്ടിയിട്ടുള്ള രക്തധമനിയുടെ ശക്തി അല്ലല്ലോ. അവന് വളരെ ലഹരി പദാർത്ഥത്തിന് അടിമയായി പോയി എന്നുള്ളത് കൊണ്ട് അമ്മയത്, അച്ഛനേത്, മക്കളേത്, സഹോദരിയേത് എന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത വിധത്തിൽ അവൻ പ്രാകൃതമായ സമ്പ്രദായത്തിലേക്ക് പോവുക.